റളിയല്ലാഹു അൻഹു നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ യൗമൽ ഖിയാമ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിളിച്ചു പറയും ഇബ്നു ആദം ഓ ആദമിന്റെ സന്തതികളെ മരിയത്തു ഫലം തഅദിനി ഞാൻ രോഗിയായി കിടന്നിട്ട് നിങ്ങൾ ആരും എന്നെ സന്ദർശിക്കാതിരുന്നതെന്ന് അല്ലാഹു വിളിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ എന്ന് അല്ലാഹു പറയും. അപ്പോൾ മനുഷ്യർ ചോദിക്കുകയാണ്, യാ റബ്ബ്, പടച്ചോനെ, കൈഫ അഊദുക വ അൻത റബ്ബുൽ ആലമീൻ, നിന്നെന്തിനാണ് ഞങ്ങൾ സന്ദർശിക്കുന്നത്? നീ രോഗിയാവുകയില്ല, നീ എങ്ങനെ രോഗിയാവാനാണ്? അത്ഭുതം പ്രകടിപ്പിക്കും മനുഷ്യൻ. നിനക്ക് രോഗം വരില്ലല്ലോ, പിന്നെ ഞങ്ങൾ എങ്ങനെ സന്ദർശിക്കും? അപ്പോൾ അവിടെ നിന്ന് പറയും, ഖാല അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഅദഹു, നിന്റെ അയൽവാസി രോഗിയായി കിടന്നില്ലേ, നിന്റെ കുടുംബക്കാരൻ രോഗി ഉണ്ടായിരുന്നില്ലേ, നിന്റെ സ്നേഹിതൻ രോഗം ഉണ്ടായിരുന്നില്ല, അവന് കുറെ കാലമായിട്ട് വീട്ടിലായിരുന്നല്ലോ, നീ സന്ദർശിച്ചിരുന്നു, നീ അവിടെ ഒന്ന് പോയിരുന്നോ, നിന്റെ അയൽവാസി ഒന്ന് സന്ദർശിച്ചു ആ രോഗിയെ? അമാ അലിംത അന്നക ലൗ ഉദ്തഹു ലവജദ്തനി ഇൻദഹു, നീ എങ്ങാൻ അവനെ സന്ദർശിച്ചിരുന്നെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു എന്ന് അല്ലാഹു പറയും. എന്ന് പറഞ്ഞാൽ രോഗസന്ദർശനം നടത്തുക എന്നത് അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും നാം മറ്റൊരാളോട് ചെയ്യേണ്ട ബാധ്യതയുമാണ് എന്നാണ് ഇതിലൂടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം ഒരു ഉമ്മാമ, പാവപ്പെട്ട ഉമ്മാമ, ആരും നോക്കാനില്ലാത്ത ഒരു ഉമ്മാമ രോഗിയായി കിടക്കുന്നു. ഈ വിഷയം കേട്ടറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ഉമ്മാമയെ പരിചരിക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ പുറപ്പെട്ടു. അവിടെ എത്തി നോക്കിയപ്പോൾ ആ ഉമ്മാമയെ നേരത്തെ ആരോ പരിചരിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രമൊക്കെ മാറ്റിക്കൊടുത്തിട്ടുണ്ട്, അവരുടെ മൂത്രവും കാഷ്ടവും ഒക്കെ നീക്കി വൃത്തിയാക്കിയിട്ടുണ്ട്, അവരെ കുളിപ്പിച്ചിട്ടുണ്ട്, ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഉമ്മാമ നല്ല അവസ്ഥയിലാണ്. ഉമ്മാമക്ക് സംസാരിക്കാൻ കഴിയൂല, ആരാണിത് ചെയ്തതെന്ന് ചോദിക്കാൻ കഴിയൂലല്ലോ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പിറ്റേ ദിവസം നേരത്തെ പുറപ്പെട്ടപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആരോ ചെയ്തു പോയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം അതിരാവിലെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയും ആരാണിത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീക്ഷിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം. ഭരണത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നോക്കാനുണ്ട്. ഇതിനിടയിൽ ഈ ഉമ്മാമയെ സുബഹിക്ക് മുമ്പേ വന്നിട്ട് എല്ലാം വൃത്തിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് വേണ്ടതെല്ലാം തയ്യാർ ചെയ്ത് കൊടുത്ത് അലക്കി കൊടുത്ത് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ കാണുന്നത്. അപ്പൊ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്, നമ്മുടെ ഒരു ബാധ്യത കൂടെയാണ്. അല്ലാഹു വീണ്ടും ചോദിക്കുകയാണ്, യബ്ന ആദം ഇസ്തതഅംതുക ഫലം തുതഇംനി, ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് നീ എന്തിയാ ഭക്ഷണം തരാഞ്ഞത് എന്ന് അല്ലാഹു ചോദിക്കും നമ്മോട് ഓരോരുത്തരോട്. അപ്പോൾ അടിമ പറയുകയാണ്, യാ റബ്ബ് കൈഫ തുഇമുക വ അൻത റബ്ബുൽ ആലമീൻ, നിനക്ക് എങ്ങനെ ഭക്ഷണം തരിക? നീ റബ്ബുൽ ആലമീനല്ലേ, നിനക്ക് ഭക്ഷണത്തിലേക്കൊന്നും ആവശ്യമില്ലല്ലോ, നീയല്ലേ ഞങ്ങളെ പരിപാലിക്കുന്നത്, നിനക്ക് എന്തിനാണ് ഭക്ഷണം? ഖാല അമാ അലിംത അന്നഹു ഇസ്തതഅമ്മക അബ്ദി ഫുലാൻ, നിന്റെ വീട്ടിൽ ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടി കോളിംഗ് ബെല്ലടിച്ചിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് നീ അവനെ പരിഗണിച്ചിരുന്നു? നീ വാഹനമേറ്റ് അങ്ങാടിയിലൂടെ യാത്ര പോകുമ്പോൾ കവലയിൽ നിന്ന് ആരോ ഒരു മിസ്കീന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ഭക്ഷണമായി തരുമെന്ന് ചോദിച്ചപ്പോ നീ അവനെ പരിഗണിച്ചോ? അല്ലെങ്കിൽ ആരാരുമില്ലാതെ കിടക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, ഭക്ഷണം എത്തിക്കാൻ കഴിയില്ലാത്ത വകയില്ലാത്തവൻ, അവരെ നീ പരിഗണിച്ചിരുന്നു? അല്ലാഹു പറയുന്നു, അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജദ്ത ദാലിക ഇൻദി, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നീ പരിഗണിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവിടെ എന്നെ നിനക്ക് കാണാമായിരുന്നു. യബ്ന ആദമ തസ്ഖൈതുക, ഞാൻ നിന്നോട് വെള്ളം ചോദിച്ചിരുന്നു, ഫലം തസ്ഖിനി, നീ എനിക്ക് വെള്ളം തന്നില്ല. ഖാല റബ്ബ് കൈഫ അസ്ഖീക വ അൻത റബ്ബുൽ ആലമീൻ, നിനക്കെന്തിനാണ് വെള്ളം, നീയല്ലേ ഞങ്ങൾക്ക് വെള്ളം തരുന്നത്, നിനക്കെന്തിനാണ് ഞങ്ങൾ വെള്ളം തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇസ്തസ്ഖാക അബ്ദി ഫുലാനൻ ഫലം തസ്ഖിഹി, നിന്റെ അയൽവാസി വെള്ളമില്ലാത്ത കാലത്ത് ഒരു അല്പം വെള്ളം നീ തരുമെന്ന് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞു? ഇവിടെ തന്നെ വെള്ളം കുറവാണ്, നിനക്കും കൂടി അടിച്ചെന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് നീ തടഞ്ഞു വെച്ചില്ലേ?
അല്ലെങ്കിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ വെള്ളം കൂടിയപ്പോൾ അവന്റെ വെള്ളം മോശമായപ്പോൾ നിന്റെ കിണറ്റിൽ നല്ല വെള്ളമായിരുന്നു, അവിടെ വന്ന് ഒരു ദിവസം കഴിഞ്ഞുകൂടാനുള്ള അത്യാവശ്യ വെള്ളം ഒന്ന് തരുമോ, പുറത്തുനിന്ന് കൊണ്ടുവരണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞ്? നീ അതിന് മൈൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുകയായിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഈ വിധത്തിലുള്ള ചെയ്തു കൊടുക്കേണ്ട, മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നാം ഹെൽപ്പ് ചെയ്യുന്നവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു കേട്ടതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. റഹീമായ റബ്ബേ, അതിൻ്റെയൊക്കെ മിഥിൽ തവാബ് ഞങ്ങളിൽ നിന്ന് മറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാരും ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് കടപ്പെട്ട പലരും മാറടി മണ്ണിലുണ്ട്. അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈമാന് സലാമത്ത് നൽകണേ റഹ്മാനെ അർഹമർ റഹീമായ റബ്ബേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം നീ തട്ടിക്കളയണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. ചെയ്യുന്ന ബിസിനസ്സുകൾ, ബന്ധപ്പെടുന്ന മേഖലകൾ, ജോലികൾ എല്ലാത്തിലും റാഹത്തും ഉത്തരോത്തരം അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനുമുള്ള ഈമാനിക കരുത്ത് നീ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.